സേവിയറെ, അയാൾ എങ്ങോട്ടാ പോയിരിക്കുന്നത്? പോക്കറ്റ് റോഡിലേക്ക് കയറിയോ? ശരി ശരി, ഓക്കെ. അത് തന്നെയാ കാറ്. മാളവികയുടെ മുന്നിൽ സ്വയം പരിചയപ്പെടുത്തിയല്ലോ. അതിന് മുന്നേ തന്നെ ഞാൻ തിരിച്ചറിഞ്ഞതാ നാഗേന്ദ്രൻ എന്ന നിങ്ങൾ എന്റെ ചിറ്റപ്പനാണെന്ന്. വർഷങ്ങൾക്ക് മുമ്പ് മുത്തശ്ശനോടും എന്റെ കുടുംബത്തോടും വഞ്ചന കാണിച്ചതിന് പുറത്തായതാ ഈ വിദ്വാൻ. എന്നിട്ട് പുതിയ രൂപത്തിൽ അവതരിച്ചിരിക്കുക, എല്ലാം തകർത്തെറിയാൻ വേണ്ടിയിട്ട്. എടോ, നേരിനൊപ്പം നിൽക്കുന്നവനെ എന്റെ മുത്തശ്ശൻ. അതുകൊണ്ട് അധിക കാലമൊന്നും ആർക്കും ആ മനുഷ്യനെ തോൽപ്പിക്കാൻ പറ്റില്ല. അറിയാം, തെറ്റിദ്ധാരണയുടെ പുറത്ത് എന്റെ ജീവിതം ഇല്ലാതാക്കി കളഞ്ഞവനാ നിന്റെ മുത്തച്ഛൻ. തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതും ആൾക്കാരെ തമ്മിൽ അടിപ്പിക്കുന്നതൊക്കെ താനും തന്റെ മോനുമാണോ? തന്നെ പടിയിറക്കി വിട്ടതുപോലെ അവനെ അനന്തപുരി തറവാട്ടിൽ നിന്ന് പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു. എന്നിട്ടും എന്റെ ഭാര്യയുടെ ചേച്ചിയാണല്ലോ അവന്റെ ഭാര്യ എന്ന ഒറ്റ പരിഗണനയില് അവനെ ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നത്. കഥകളൊക്കെ അവൻ പറഞ്ഞു കാണുമല്ലോ. വീട്ടിലെ ചന്തുമോളെന്നൊരു കുട്ടിയുണ്ട്. ഇപ്പൊ ആ മോള് അവളുടെ അമ്മയ്ക്കൊപ്പോ വെക്കേഷൻ ആയതുകൊണ്ട്. ആ കുഞ്ഞ് സ്വന്തം മോന്റെ ചോര തന്നെയാ. അതുപോലെ നിങ്ങൾക്ക് എത്രടുത്ത് മക്കളുണ്ട്? എത്ര ഭാര്യമാരുണ്ട്? എനിക്ക് ഒരേ ഒരു ഭാര്യയുള്ളൂ, ജലജ. സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി എന്നെ തള്ളിക്കളഞ്ഞ ജലജ. അതിൽ 2 മക്കളുണ്ട്, അഭിയും അവന്തികയും. അവന്തിക ഇപ്പൊ നിങ്ങളുടെ പക്ഷത്തായതുകൊണ്ട് ഞാൻ അവളെ കാണാനോ വിളിക്കാനോ ശ്രമിച്ചിട്ടുമില്ല. എങ്കിലും എന്റെ മക്കൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. ഏൻ ജുവലറിയുടെ അവന്തികയും അഭിയുമാണ്. മക്കളോടുള്ള എന്റെ സ്നേഹം കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പേരിട്ടത്. ഇതിനേക്കാളും സമൃദ്ധമായി കള്ളം പറയുന്ന കൂട്ടത്തിലാ നിങ്ങളുടെ മോൻ. അവൻ എന്നെ ഫുഡ് കഴിക്കാനെന്ന് പറഞ്ഞ് ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ഫുഡ് കഴിക്കാതെ അവൻ എന്നെ നേരെ കൊണ്ടുപോയത് ഒരു മുറിയിലേക്കാ. അതിന് ഞാൻ അവന്റെ കർണത്ത് കൊടുത്തിട്ടുമുണ്ട്. ഏൻ ജുവലറിയുടെ തലപ്പത്ത് ഡേവിഡ് അല്ലാതെ മറ്റൊരാളാണെന്ന് ആദ്യം പറഞ്ഞത് എന്റെ മുത്തശ്ശന്. ഏതോ ഒരു ശത്രു എല്ലാം തകർക്കുന്ന വാശിയിലെത്തിയെന്ന് പറഞ്ഞതും മുത്തശ്ശൻ തന്നെയാ. അപ്പോഴും അത് നിങ്ങളാണെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഇനിയിപ്പോ എനിക്ക് മുത്തശ്ശനെ വിളിച്ച് പറയാലോ, ഒരിക്കൽ മുത്തശ്ശൻ തല്ലി ഓടിച്ച അതേ നാഗം തന്നെയാ വീണ്ടും പത്തി വിടർത്തി വന്നിരിക്കുന്നതെന്ന്. ഇനി അനന്തപുരി തറവാട്ടിലെ ആരുടെയെങ്കിലും നേരെ തന്റെ കൈ പൊങ്ങിയാൽ, അന്ന് മുത്തശ്ശൻ ജീവനോടെയാണ് തന്നെ നാട് കടത്തിയെങ്കിൽ ഇനി അങ്ങനെ ഒരു ദയ പ്രതീക്ഷിക്കണ്ട. അവിടെ അവസാനിക്കും താൻ. തല്ലിക്കൊല്ലുമെന്നാ പറഞ്ഞത്. വാ. ഇനിയിപ്പോ ഇത് മനസ്സ് വെച്ചിട്ട് കാര്യമില്ല. മുത്തശ്ശനൊന്ന് വിളിക്കാം. എടുക്കുമെന്നറിയില്ല.
ആദർശ. മോനെ ആദർശേ. മുത്തശ്ശി മുത്തശ്ശൻ അടുത്തുണ്ടോ? ആ ഉണ്ട്. ഒന്ന് ഫോൺ കൊടുത്തേ. ആദർശ ഇദ്ദേഹത്തോട് സംസാരിക്കണമെന്ന്. എനിക്കൊന്നും സംസാരിക്കാനില്ല. ഒന്നും സംസാരിക്കാനില്ലെന്നാ പറയുന്നേ. സംസാരിക്കാനില്ലെങ്കിലേ ഞാൻ അങ്ങോട്ടേക്ക് വരും. എനിക്ക് നേരിട്ട് മുത്തശ്ശനെ ഒന്ന് കാണണം. ഇങ്ങോട്ട് വരും, നേരിട്ട് കാണണമെന്നാ പറയുന്നേ. എങ്ങതാ എന്താടാ? മുത്തശ്ശ, ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് ഞാൻ ഫോൺ വെച്ചോളാം. നമ്മുടെ കമ്പനിക്ക് ഒരു ശത്രു ഉണ്ടെന്ന് മുത്തശ്ശൻ പറഞ്ഞായിരുന്നല്ലോ. ആ ശത്രുവിനെ ഞാൻ കണ്ടെത്തി. അത് മറ്റാരുമല്ല, അയാളാ എന്റെ അപ്പച്ചിയുടെ ഭർത്താവ് നാഗേന്ദ്രൻ. അതേപ്പറ്റി എനിക്കൊരു സൂചന കിട്ടിയായിരുന്നു. മുത്തശ്ശൻ എന്നെ ഏൽപ്പിച്ച എല്ലാ ഡ്യൂട്ടിയും ഞാൻ ചെയ്തു. നമ്മുടെ കമ്പനി ഇപ്പൊ തിരിച്ചു കയറി. നമ്മുടെ യഥാർത്ഥ എതിരാളിയെ കണ്ടെത്തുകയും ചെയ്തു. ഇനിയിപ്പോ എന്നെ കുറ്റം പറയില്ലല്ലോ. നീ കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാനുണ്ട്. നീ വീട്ടിൽ ചെന്നിട്ട് നിന്റെ ഭാര്യയോട് ചോദിക്കുക എന്താ നടന്നതെന്ന്. മനസ്സിലായില്ല. നീ അവിടെ പോയി ചോദിക്കുമ്പോ എല്ലാം മനസ്സിലായിക്കോളും. അപ്പൊ മുത്തശ്ശ, പട്ടാഭിഷേകത്തിനുള്ള സമയമായി. തിരികെ വരുന്ന യുവരാജാവിനെ നമുക്ക് സ്വീകരിക്കണ്ടേ? അവരെ തിരിച്ചു വിളിക്കുവാണോ? ആദർശിപ്പോ എല്ലാം അറിയും. പിന്നെ അവനെ തിരിച്ചു വിളിച്ചില്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് ഇടിച്ചു കയറി വരില്ലേ? അതല്ലല്ലോ അതിന്റെ ഒരു രീതി. അവരെ രാജകീയമായി തന്നെ ഇവിടെ എത്തിക്കണം. ആദർശം ഇറങ്ങി വരുന്നത് നഷ്ടപ്പെട്ട കിരീടം ചെങ്കോലും സ്വീകരിക്കാനാണ്. അനി അല്ലെങ്കിലും ഏട്ടനിരുന്ന കസേരയിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലല്ല. പിന്നെ അവനിപ്പോ അവന്തികമായിട്ടുള്ള നിശ്ചയം നടത്തുന്നതിലുള്ള പ്രതിഷേധത്തിലുമാണ്. ഇനിയിപ്പോ ആദർശൻ അതിനെ വരട്ടെ, എന്നിട്ട് ആ ചടങ്ങിനെ പറ്റി കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ആലോചിക്കട്ടെ. അവന്തിക മോളെ ഇനി എന്തായാലും വിഷമിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആദർശൻ അനിയും അനിയെ നന്നായിട്ട് ഉപദേശിക്കണം. അവന്തികയും അനിയും ഒന്നിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് ജലജയും അബിയും ഒക്കെ. അതിനു മുമ്പ് അവർക്കൊരു കൊട്ട് കൊടുക്കണം. നയനയുടെ ആദർശന്റെയും മടങ്ങിവരവ് അവർക്കൊരു ഷോക്ക് ആവണം. ഞാൻ ഭയന്നിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് വിളിച്ചപ്പോഴൊന്നും കിട്ടിയില്ലല്ലോ. വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുവാ, മരണത്തിൽ നിന്ന്. അയ്യോ, എന്തു പറ്റി? ഇവളെ ഗുണ്ടകളെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാനായിട്ട്. എല്ലാരെയും കൈകാര്യം ചെയ്തിട്ട് യഥാർത്ഥ പ്രതിയുടെ മുന്നിലും എത്തി. നാഗേന്ദ്രന്റെ മുഖാമുഖം അയാളെ കണ്ടു, എന്റെ ചിറ്റപ്പനെ. അതിനു മുമ്പ് ഒരു അംഗം കഴിഞ്ഞിട്ട് ഇവള് ഗുണ്ടകളുടെ പിടിയിലായത്. പറഞ്ഞു കൊടുക്ക്. എന്നെ അഭി തന്ത്രപൂർവം ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് എന്നോട് മോശമായി പെരുമാറി. അവന് അടിയും കൊടുത്തിട്ടാ ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടെ. സത്യത്തിൽ ഗുണ്ടകൾ എന്നെ തട്ടിക്കൊണ്ടുപോയപ്പോ അവൻ പറഞ്ഞിട്ട ആൾക്കാരാണെന്നാ കരുതിയത്. പിന്നെ മനസ്സിലായത് അതിന് പിന്നിൽ ഡേവിഡും ആ നാഗേന്ദ്രനും ഒക്കെയാണെന്ന്. അതിനിടയ്ക്ക് ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായോ? ഇത് മാത്രമല്ല, മറ്റു പലതും ഉണ്ടായി. ഇനി എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരേണ്ടത് നീയാ. നിങ്ങൾ സംസാരിക്ക, ഞാൻ പോയിട്ട് വരാം സാർ. എന്താ ഇത്ര ധൃതി? മാളവിക പൊയ്ക്കോട്ടെ, ഇനിയിപ്പോ ഭീഷണിയൊന്നുമില്ലല്ലോ. അല്ലെങ്കിലും എനിക്ക് പേടിയൊന്നുമില്ല സാർ. ഞാൻ പോയിട്ട് വരാം മാഡം. എന്താ ആദർശന് ചോദിക്കാനുള്ളത്? യഥാർത്ഥ ശത്രുവിനെ കണ്ടെത്തണമെന്നായിരുന്നല്ലോ മുത്തശ്ശൻ പറഞ്ഞിരുന്നത്. കണ്ടെത്തിയ ശേഷം ഞാൻ മുത്തശ്ശനെ വിളിച്ചിരുന്നു. എന്നിട്ട് നമ്മുടെ ശത്രു നാഗേന്ദ്രനാണെന്ന് പറഞ്ഞു. ഇനി അതിന്റെ പേരിൽ എന്നെ പഴിക്കരുതെന്ന് പറഞ്ഞപ്പോ നീ കുറച്ച് കാര്യങ്ങളും കൂടി മനസ്സിലാക്കാനുണ്ട്, അത് നീ വീട്ടിൽ ചെന്ന് ഭാര്യയോട് ചോദിക്കാനാ പറഞ്ഞത്. അതെന്താ മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞത്? നിന്നോട് മുത്തശ്ശൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാ എന്നോട് ദേഷ്യപ്പെടുവോ? നമ്മൾ തമ്മിൽ ഒരു വാക്കുണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഇതുപോലൊരു കാര്യം നീ എന്നിൽ നിന്ന് മറച്ചു വെച്ചപ്പോ
നമ്മൾ തമ്മിൽ ഉണ്ടാക്കി വെച്ചൊരു വ്യവസ്ഥയുണ്ട്. അത് നീ പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വരും. ഞാൻ ലംഘിച്ചത് നല്ല കാര്യത്തിന് വേണ്ടിയാണെങ്കിലോ? എന്ത് നല്ല കാര്യത്തിന് വേണ്ടി? മുത്തശ്ശൻ എന്തിനാണ് ആദർശേന്റെ MD സ്ഥാനം തെറിപ്പിച്ചതെന്നറിയോ? നമ്മൾ വീട് വിട്ടിറങ്ങിയപ്പോ നമ്മളെ തടയാതെ പൊയ്ക്കോളാൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ? കമ്പനിയിൽ നിന്ന് മാറി നിൽക്കുന്ന, വീട് വിട്ടു നിൽക്കുന്ന ആദർശേട്ടൻ അപകടകാരിയാണെന്ന് മുത്തശ്ശൻ അറിയാം. അങ്ങനെയുള്ള ആദർശേട്ടൻ കമ്പനിയുടെ പരാജയത്തിന്റെ കാരണങ്ങൾ ഓരോന്നായിട്ട് കണ്ടെത്തി അതിന് പരിഹാരം ചെയ്യുന്നു അറിയാം. ആദർശേട്ടൻ ആരുടെ മുമ്പിലും തോക്കാൻ പാടില്ല. ആദർശേട്ടൻ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുമ്പോൾ അതിനു മുകളിലേക്ക് മറ്റൊരാളുടെ തല ഉയരാൻ പാടില്ല. അതൊക്കെ തന്നെയാ മുത്തശ്ശൻ ആഗ്രഹിച്ചത്. ശരിക്കും പറഞ്ഞാലേ, കമ്പനിയുടെ യഥാർത്ഥ ശത്രുവിനെ കണ്ടെത്തി മുങ്ങിക്കൊണ്ടിരിക്കുന്ന മൂർത്തീസ് ജ്വല്ലറിയെ താങ്ങി നിർത്തുകയും പിന്നീട് അതിനെ പഴയതുപോലെ ഉയരങ്ങളിലെത്തിക്കുകയും ചെയ്യണമെന്നായിരുന്നു മുത്തശ്ശന്റെ ആഗ്രഹം. അതിന് ആദർശനെ കൊണ്ടേ കഴിയൂന്നു അറിയാം. അതിനുവേണ്ടി ആരും തിരഞ്ഞെടുക്കാത്തൊരു വഴിയിലൂടെ മുത്തശ്ശൻ പോയി. ആദർശേട്ടൻ ഓരോ തവണയും അനിയെ സഹായിക്കുമ്പോഴും അനി ജയിക്കുമ്പോഴൊക്കെ നമ്മളെക്കാളും സന്തോഷിച്ചിരുന്നത് മുത്തശ്ശനാ. മൂത്ത കൊച്ചുമോനെ മുത്തശ്ശൻ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. ആ ആൾക്ക് ചുവട് പിഴയ്ക്കുന്നു എന്ന് കണ്ടപ്പോഴാ അത് നേരെയാക്കാൻ വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളെ, സ്നേഹത്തെ എല്ലാം ത്യജിച്ചിട്ട് മുത്തശ്ശൻ വലിയൊരു നാടകം കളിക്കുമായിരുന്നു. നിനക്കിത് നേരത്തെ അറിയായിരുന്നോ? ഒരിക്കലുമില്ല. പക്ഷേ ചില സംശയങ്ങൾ എനിക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അന്ന് 3-ാം മാസ ചടങ്ങ് നടക്കുമ്പോൾ മുത്തശ്ശി വീഡിയോ കോൾ ചെയ്യുന്നതിൽ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം പലപ്പോഴും മുത്തശ്ശി ഇവിടെ വന്നപ്പോഴൊക്കെ ആ വീഡിയോ കോൾ ഉണ്ടായിരുന്നു. അവസാനം അത് മുത്തശ്ശനെയാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനുശേഷം മുത്തശ്ശനെ കൊണ്ട് തന്നെ ഞാൻ സത്യങ്ങൾ പറയിക്കാൻ തീരുമാനിച്ചു. അതിന് ഫലവും കണ്ടു. അവൻ കമ്പനിക്ക് പുറത്തു നിന്നിട്ട് കമ്പനിയുടെ ശത്രുവിനെ കണ്ടെത്തണം, അവരെ തകർക്കണം. അതുമാത്രമല്ല, മൂർത്തീസ് ജ്വല്ലറിയിലേക്ക് മടങ്ങി വരുന്ന ആദർശ് പിന്നീട് ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ല. മൂത്ത കൊച്ചുമോന്റെ വിജയം മാത്രം സ്വപ്നം കാണുന്ന അവന്റെ മുത്തശ്ശന് ആ സമയത്ത് അങ്ങനെ ചിന്തിക്കാൻ കഴിയുമായിരുന്നുള്ളൂ മോളെ. ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായി. അങ്ങനെ മനസ്സിലായ കാര്യങ്ങൾ ഒരു കാരണവശാലും ആദർശമായി പങ്കുവയ്ക്കരുത്. അങ്ങനെ എന്നോട് പറഞ്ഞ മുത്തശ്ശന്റെ വാക്കുകൾ ധിക്കരിക്കാൻ എനിക്ക് തോന്നിയില്ല. നല്ലതിനു വേണ്ടിയിട്ടാ, ആദർശേന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ, മൂർത്തീസ് ജ്വല്ലറിയുടെയും അനന്തപുരി തറവാടിന്റെയും നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാ മുത്തശ്ശൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പിന്നെ എന്റെ ഭർത്താവിന്റെ വിജയത്തിന് വേണ്ടി കുടുംബത്തിലെ കാരണവര് മുന്നിട്ടിറങ്ങുമ്പോ ഞാനത് തകർക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറയുന്നത് തെറ്റല്ലേ ആദർശേട്ടാ? ഇങ്ങനൊരു ദിവസം ഉണ്ടാവണേന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മുത്തശ്ശനെ അത്ര നിസ്സാരക്കാരനല്ല. മുത്തശ്ശനെ പറ്റി ഏതു നേരവും എല്ലാരും പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അച്ഛനും ഇളയച്ഛനും വിശപ്പ് എന്താണെന്ന് ചോദിച്ചപ്പോ അവരെ പട്ടിണിക്കിട്ട കഥ. അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുന്ന മുത്തശ്ശന് നമ്മൾ തമ്മിലുള്ള വാക്ക് നീ തെറ്റിച്ചെങ്കിലും എന്റെ മുത്തശ്ശന് കൊടുത്ത വാക്ക് നീ എന്തായാലും പാലിച്ചു. അങ്ങനെ നീ ചെയ്തില്ലായിരുന്നെങ്കിലേ ചിലപ്പോ എനിക്ക് ദേഷ്യം വന്നേനെ. ഇനിയിപ്പോ എന്താ വേണ്ടത്? സംശയം എന്താ? എനിക്ക് ഇപ്പൊ തന്നെ എന്റെ മുത്തശ്ശനെ കാണണം. നമുക്ക് അങ്ങോട്ട് പോവാം. വാ. അങ്ങോട്ടോ? അതെ, അങ്ങോട്ട് തന്നെ. നീ വാ. മുത്തശ്ശി, മോനെ, മുത്തശ്ശ, മുത്തശ്ശ. എല്ലാം അറിഞ്ഞല്ലോ അല്ലേ? എന്നാലും ഇത്രയും വേണ്ടായിരുന്നു മുത്തശ്ശ. ഓ,
എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണല്ലേ ഇവിടെ ഒന്ന് വീഡിയോ കോൾ ചെയ്തത്. അനിയത്തിയുടെ കൊച്ചുമക്കളെ വിളിക്കുകയാണെന്നും പറഞ്ഞു. അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായിടാ മക്കളെ. ഞാൻ എന്തായാലും വീഡിയോ കോൾ ചെയ്യാൻ പഠിച്ചു. ഈ പ്രായത്തിലും ചെറിയ നമ്പറുകളൊക്കെ ഞങ്ങൾക്കും വശമുണ്ടെന്ന് മനസ്സിലായല്ലോ. പഠിക്കുന്ന കാലത്ത് നീ ഒരു വിഷയത്തിൽ പിന്നിലാവുമ്പോ ഞാൻ ശക്തമായ താക്കീത് നൽകുമായിരുന്നു. അതേത് വിഷയാന്ന് അറിയാലോ? ആ, മാത്സിന്. അതെ മോളെ, കണക്കിന് പിന്നിലായി കഴിഞ്ഞാ കൊച്ചുമക്കൾക്ക് കണക്കിന് കൊടുക്കുമായിരുന്നു അദ്ദേഹം. അനിക്കും അഭിക്കും എത്ര വഴക്ക് കിട്ടിയാലും അതൊരു പ്രശ്നമല്ലായിരുന്നു. അതിൽ പിന്നെ ഇവന്റെ സഹായത്തോടെ കുറച്ചൊക്കെ പഠിച്ചെടുക്കുമായിരുന്നു. അഭി അന്നും കോപ്പി അടിച്ചും സാറുമാരുടെ ശാസന കേൾപ്പിച്ചും എന്നെ നാണം കെടുത്തിട്ടേ ഉള്ളൂ. പക്ഷേ ഒരിക്കൽ വഴക്ക് കേട്ടാൽ അടുത്ത പ്രാവശ്യത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് വരുമ്പോൾ എനിക്ക് ശാസിക്കാനുള്ളൊരു അവസരം ഇവൻ തരുമായിരുന്നില്ല. അത്രയ്ക്ക് വാശിയോടെ പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങുമായിരുന്നു. ജ്വല്ലറി ബിസിനസ്സിൽ കണക്കുകൾ പിഴയ്ക്കാൻ പാടില്ല മോനെ. അത് പഠിക്കുന്ന കാലം തന്നെ തുടങ്ങണം. മുതിർന്നാൽ ഇവർക്ക് ജോലി തിരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എല്ലാവർക്കും ആശ്രയമായിട്ട് നമ്മുടെ ജ്വല്ലറി ഉണ്ട്. ആ ഒരു തോന്നൽ കൊണ്ട് നമ്മൾ നമ്മുടെ സ്വന്തം കഴിവുകൾ ഇല്ലായ്മ ചെയ്യാനും പാടില്ല. ഇപ്പൊ തന്നെ വല്ലാത്തൊരാപത്ത് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുക. എന്ത് ചോദ്യത്തിനും മൊബൈൽ ഫോണിൽ ഉത്തരവുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് അധ്യാപകരുടെ സഹായം ആവശ്യമില്ല. എന്തിന് ഒരു അസുഖം വന്നാൽ ഡോക്ടറെ പോലും സമീപിക്കേണ്ടാത്ത അവസ്ഥയാണിപ്പോ. അത് പക്ഷേ നമ്മുടെ ബുദ്ധിയെ സാരമായി ബാധിക്കും. വരും തലമുറയുടെ തലച്ചോറ് വളരില്ല എന്നർത്ഥം. അങ്ങനെ നിർജീവമാവാതിരിക്കാനാണ് കുട്ടിക്കാലം മുതൽ ഇവർക്ക് ഞാൻ നല്ല ശിക്ഷണം കൊടുത്തത്. ആ വാശി ഇന്നും ഇവനുണ്ട്. അകത്തേക്ക് വരണ്ടാളും. വാ മുത്തശ്ശി. ഇപ്പൊ കണ്ടില്ലേ എല്ലാത്തിന്റെ അവസാനം എന്താ സംഭവിച്ചതെന്ന്? നീ ആ ശത്രുവിനെ തിരഞ്ഞു കണ്ടുപിടിച്ചു. നാഗേന്ദ്രൻ. വസുന്ധരയ്ക്ക് പോലും ആ പേര് കേൾക്കുന്നത് പേടിയാ. അതുപോലെ വിഷം ചീറ്റുന്ന ഒരുത്തനായിരുന്നു അവൻ. അഭി ഓരോ തെറ്റ് ചെയ്യുമ്പോഴും എന്റെ മുന്നിൽ തെളിയുന്നത് അവന്റെ മുഖമാണ്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അവൻ മടങ്ങി വരുമെന്ന് ഞാൻ കരുതിയില്ല. ആ, എന്തായാലും മോളും മോനും കൂടി കുടുംബക്ഷേത്രത്തിലേക്ക് വരണം. അവിടെ വെച്ച് എനിക്ക് മനസ്സ് തുറന്ന് നിങ്ങൾ രണ്ടാളോടും സംസാരിക്കാനുണ്ട്. കുട്ടികളെ തിരിച്ചു വിളിക്കുന്നില്ലേ? വിളിക്കണം. അതിനും കൂടിയാണ് അമ്മോട് വരാൻ പറഞ്ഞത്. മുത്തശ്ശ, ഞങ്ങൾ എത്തിക്കോളാം. അപ്പോഴേ രണ്ടാളും വാ. ഇന്ന് നല്ലൊരു ദിവസാ. ഒരുമിച്ചിരുന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി. ആ, അങ്ങനെ പോകുന്നുള്ളൂ അല്ലേ? അതെ അതെ. നീ ഒരു കാര്യം ഉറപ്പിച്ചോ? അവളുടെ കയ്യിൽ ഞാൻ മോതിരം ഇടില്ല. ഇനി മറ്റുള്ളവരുടെ പ്രഷർ കൊണ്ട് അങ്ങനെ ഇടേണ്ടി വന്നാലും അവളെ ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കില്ല. എന്റെ ജീവിതം എന്തുകൊണ്ടാ ഇങ്ങനെ ആയിപ്പോയെന്ന് എനിക്കറിയില്ല. ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല നന്ദു. എന്നിട്ട് ആദ്യം ഒരുത്തിയെ കെട്ടി, എന്റെ ജീവൻ എടുക്കുന്ന ഒരുത്തിയെ. അതിന്റെ പിന്നാലെ അയർലൻഡിൽ പോയി സ്വഭാവം മാറ്റി ഒരുത്തി വന്നു. അതൊക്കെ അവളുടെ ആക്ടിംഗ് ആണെന്ന് എന്റെ സംശയം. എന്തായാലും അവൾ എല്ലാരും കുപ്പിയിലാക്കി. പക്ഷെ എന്നെ അതിന് കിട്ടില്ല. എടാ, ഞാൻ വന്നതേ നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. കോടതിയിൽ കേസ് നടക്കുമല്ലേ, ഡിവോഴ്സ് കേസ്. ആ സമയത്ത് റിംഗ് എക്സ്ചേഞ്ച് ഒക്കെ നടത്താൻ പറ്റുമോടാ? അത് രഹസ്യമായിട്ടല്ലേ നടത്തുന്നത്? എൻഗേജ്മെന്റ് ആണ് നടത്തുന്നതെന്ന് എന്തെങ്കിലും തെളിവുണ്ടോ? നിങ്ങൾ മോതിരം കൈമാറുമ്പോ പേര് പോലും എഴുതുന്നില്ലല്ലോ. എടാ, ഇത് കേസ് ആക്കണ്ടെന്ന് പറയാനല്ല ഞാൻ വന്നത്, കേസ് ആക്കണമെന്ന് പറയാനാ. കേസ് ആക്കണമെന്നോ? അതെ. എടാ, നീ അനാമികയോട് പറ, ഡിവോഴ്സ് ആകുന്നതിന് മുമ്പ് എന്റെ നിശ്ചയം നടത്താൻ പോവാണെന്ന്. നീ നേരത്തെ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് വേണമെന്നല്ലേ? എടാ, ഞാനങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷേ
ഇവിടെ ഇപ്പൊ നിശ്ചയത്തിന്റെ ഡേറ്റ് എടുത്ത് റിംഗ് എക്സ്ചേഞ്ച് നടത്താൻ പോവല്ലേ? അതിന് തടയിടാൻ ഞാൻ ആലോചിച്ചിട്ട് ഇതല്ലാതെ വേറൊരു മാർഗവും ഇല്ല. ഞാൻ ഏതായാലും അനാമിക അവളുടെ അച്ഛനെ ഒന്ന് കാണട്ടെ. അളിയ, ഇനിയിപ്പോ ഡിവോഴ്സ് കുറച്ച് നീണ്ടുപോയാലും കുഴപ്പമൊന്നുമില്ല. ഡിവോഴ്സ് ആകാതെ ഒരു കാരണവശാലും അവന്തിക ഞാനും തമ്മിലുള്ള കല്യാണം നടക്കില്ലല്ലോ. ഇപ്പൊ എൻഗേജ്മെന്റ് നടന്ന വളരെ പെട്ടെന്നായിരിക്കും കല്യാണം. അത് ഒഴിവാക്കിയേ പറ്റൂ. ഇന്നലെ വരെ ഡിവോഴ്സ് എന്ന് പറഞ്ഞ് നടന്നവൻ ഇപ്പൊ അത് വേണ്ട. എടാ, നീ സാഹചര്യം ഒന്ന് മനസ്സിലാക്കടാ. സാഹചര്യമൊക്കെ എനിക്ക് മനസ്സിലായി. എടാ, ഇതൊക്കെ നിന്റെ മുത്തച്ഛനോ അച്ഛനോ വല്യച്ഛനോ ഒക്കെ അറിഞ്ഞാലുണ്ടല്ലോ, എന്നെ അവര് വെച്ചേക്കില്ല. എന്റെ മുത്തച്ഛനും എന്നെ കൊന്നു കൊല വിളിക്കും. അളിയ, നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാലോടാ. എടാ, അവന്തികയ്ക്ക് പകരം നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഏയ്, അങ്ങനൊന്നുമില്ലടാ. അവളെ എനിക്ക് താല്പര്യമില്ല, അത്രേ ഉള്ളൂ. നിന്റെ താല്പര്യം എന്റെ പെണ്ണിനോടാണെന്ന് എനിക്കറിയാവടാ. അതെന്തായാലും നടക്കാൻ പോകുന്നില്ല. നീ എന്താ ആലോചിക്കുന്നേ? ഹേയ്, ഒന്നുമില്ല. ഞാൻ എന്തായാലേ അനാമിക അവളുടെ അച്ഛനെ ഒന്ന് കാണാം. നീ ധൈര്യമായിട്ട് വെക്കോ. ശരിടാ, ഹെൽപ്പ് ചെയ്യണേ. ചെയ്യാം. വീട്ടിലൊരു പൂജയുണ്ട്. ആ പൂജ കഴിഞ്ഞാൽ ഞാൻ പറയുന്ന മുഹൂർത്തത്തിൽ നിങ്ങൾ അവിടേക്ക് തിരിച്ചു വരണം. എന്നിട്ട് അടുത്തൊരു നല്ല മുഹൂർത്തത്തിൽ വീണ്ടും മൂർത്തീസ് ജ്വല്ലറിയുടെ MD കസേരയിൽ നീയിരിക്കണം. കൊടിലത മാത്രം കയ്യിലുള്ള നീ ഇനി പരിശുദ്ധനാവാൻ ശ്രമിച്ചാൽ ഇതിനകത്തിട്ട് നിന്റെ കത്തിക്ക് ഞാൻ. ഇവിടെ നിന്റെ നിഴല് പോലും ഇനി കാണരുത്. കണ്ട വെട്ടി നുറുക്കിക്കളയും ഞാൻ.